വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ സി വോട്ടർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സർവേ റിസൾട്ട്. ഏകദേശം 25,000-ൽ കൂടുതൽ പേരിൽ നടത്തിയ ഈ സർവേ റിസൾട്ടിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2029 ശേഷവും മോദി പ്രധാനമന്ത്രിയായി തുടരുമോ എന്നുള്ള ആ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് സർവേ വെളിപ്പെടുത്തുന്നത് ഈ ഒരു തരത്തിലുള്ള റിസൾട്ടാണ്. നമുക്ക് ആ റിസൾട്ടിലേക്ക് കടക്കാം. സി വോട്ടർ നടത്തിയിരിക്കുന്ന ഈ ഒരു സർവേയിൽ 2029 ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയ്ക്ക് ശക്തമായ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് NDA വോട്ടർമാരിൽ നിന്ന് മാത്രമായി ഏകദേശം 74% പേരാണ് ഇതിനെ അനുകൂലിച്ചിരിക്കുന്നത്. അഴിമതി, പണപ്പെരുപ്പം, ഇന്ത്യയുടെ ആഗോള നില എന്നിവയുൾപ്പെടെ മോദിയുടെ ഭരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായവും ഈ സർവേ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. റിസൾട്ട് വിശദമായി പറയുകയാണെങ്കിൽ 2029 ശേഷവും മോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരുമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് NDAയിൽ നിന്നുള്ള ഉത്തരം 74%-ഓളം പേർ അതിനെ അനുകൂലിക്കുന്നു, എസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം മറ്റൊരു വശം, അതായത് ഓപ്പോസിഷൻ പറഞ്ഞിരിക്കുന്നത് 46%-ൽ കൂടുതൽ ഓപ്പോസിഷനും അതിന് എസ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രതിപക്ഷവും അതിന് എസ് പറഞ്ഞിരിക്കുകയാണ്. അതേഴ്സ് 47%-ഓളം പേര് എസ് പറഞ്ഞിരിക്കുകയാണ്, മോദി തന്നെ തുടരുമെന്നുള്ള തരത്തിൽ. അപ്പോൾ ഇനി നോ പറഞ്ഞിരിക്കുന്നത് NDAയിൽ നിന്ന് 14%-ലധികം പേർ നോ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒപ്പോസിഷനിൽ നിന്നും 42%-ലധികം പേർ നോ പറഞ്ഞിരിക്കുകയാണ്, മോദി തുടരില്ല എന്നുള്ളതും. അതേഴ്സ് 29%-ഓളം പേരാണ്. ഇനി ഡിപ്പെൻഡ്സ് ഓൺ പെർഫോമൻസ് ആ ഒരു തലത്തിൽ പറഞ്ഞിരിക്കുന്നത് 9%-ൽ കൂടുതൽ NDA, പ്രതിപക്ഷം 7%-ൽ കൂടുതൽ, അതേഴ്സ് 19%-ൽ കൂടുതൽ. ഇനി ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞവർ ഏകദേശം 2%-ഓളം NDA, ഒപ്പോസിഷൻ ഏകദേശം 3%-ലധികം, അതേഴ്സ് ഏകദേശം 4%-ലധികം. അപ്പോൾ ടോട്ടൽ ഈ സർവേ നോക്കുകയാണെങ്കിൽ മോദി ഇമ്പാക്റ്റ് തന്നെയാണെന്നത് പറയേണ്ടി വരും. അതായത് എസ് ആണ് ഏറ്റവും കൂടുതൽ ശതമാനം പേർ പറഞ്ഞിരിക്കുന്നത്. അതായത് NDA പറഞ്ഞിരിക്കുന്നു 74%-ഓളം പേർ മോദി തന്നെ തുടരുമെന്ന്. അതേസമയം പ്രതിപക്ഷം, അതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത്, പ്രതിപക്ഷം പോലും പറഞ്ഞിരിക്കുന്നു 46%-ലധികം പേർ മോദി തന്നെ തുടരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതേഴ്സ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു ഏകദേശം 47%-ഓളം എസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ ഏറ്റവും ഫലപ്രദമായ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന് കിട്ടിയ ആ ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ആ ഒരു രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് പറയുന്നത്. അതായത് മോദി സർക്കാരിന്റെ ഏറ്റവും ഫലപ്രദമായ പരിഷ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയുന്നു ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് സപ്പോർട്ട് ചെയ്യുന്ന NDA 24%-ലധികം പേരുണ്ട്, ആർട്ടിക്കിൾ 370. അതേസമയം ഒപ്പോസിഷൻ, പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യുന്നത് 10% പേരാണ്. അതേഴ്സ് 19%-ലധികം. ആർട്ടിക്കിൾ 370 ആണ് മോദിയുടെ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ കാര്യമായി പറയുന്നത്. ഇനിയിപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവർ 18%-ലധികം NDA അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഏറ്റവും ഇമ്പാക്റ്റ് ആയിട്ട്, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 23%-ലധികം, ഏകദേശം 24%-ഓളം പ്രതിപക്ഷം ഡിജിറ്റൽ ഇന്ത്യ മോദിയുടെ ഫലപ്രദമായ പരിഷ്കാരങ്ങളിൽ ഒന്നാണെന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിരിക്കുന്നു. പ്രതിപക്ഷം 24%-ലധികം. അതേഴ്സ് 13%-ഓളം പേർ ഡിജിറ്റൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി മേക്ക് ഇൻ ഇന്ത്യ 14%-ലധികം പേർ NDA അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. 6%-ലധികം ഒപ്പോസിഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. 6%-ലധികം അതേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി CAA 13%-ഓളം പേർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 4%-ലധികം പേർ ഒപ്പോസിഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 8%-ലധികം അതേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി GST 10%-ലധികം NDA അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 14%-ഓളം പ്രതിപക്ഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേഴ്സ് ഏകദേശം 9%-ലധികം പേരാണ് മോദിയുടെ ഈ ഒരു GSTയെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടുള്ളത്. അപ്പോൾ ഇതിലും, അതായത് മോദിയുടെ ഫലപ്രദമായ പരിഷ്കാരങ്ങളിൽ ഈ 5 കാര്യങ്ങളും പ്രതിപക്ഷം ഉൾപ്പെടെ സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുക. അതിൽ ഡിജിറ്റൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് മോദി സർക്കാർ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം ഫലപ്രദമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് മോദി സർക്കാർ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം
ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. NDA 50% പേർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പോസിഷൻ ഉൾപ്പെടെ ഏകദേശം 37% പേർ അത് ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു. 31% പേർ അതേഴ്സ് അതിനെ ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. വളരെ വലിയ തോതിൽ തന്നെ അതിനെ ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇത് വളരെ വലിയ തോതിൽ ഫലപ്രദമായി ചെയ്തു എന്ന് മാത്രമല്ല, ഇനി ഫലപ്രദമായി ചെയ്തില്ല എന്ന് പറഞ്ഞവരുടെ എണ്ണവുമുണ്ട് ഇതിൽ. അതിൽ NDA 8% പേർ, 13% പേർ ഒപ്പോസിഷൻ പറയുന്നു, അതേഴ്സ് 16% പേർ. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 വലിയ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിൽ മോദി സർക്കാരിൻ്റെ നീക്കങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു സർവേ റിസൾട്ടായി സീ വോട്ടറിൻ്റെ ഈ ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് 2029 ശേഷവും മോദി പ്രധാനമന്ത്രിയായി തുടരുമോ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് NDAയുടെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ കിട്ടിയ ഉത്തരമെന്ന് പറയുന്നത്. അതായത് മോദി തന്നെ വീണ്ടും തുടരുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഒരു മാസീവായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു സർവേയിൽ കിട്ടിയത് തന്നെ. ഏകദേശം 74% പേർ മോദി തന്നെ തുടരുമെന്ന് സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഒപ്പോസിഷൻ ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ ഏകദേശം 46% പേർ അതിന് എസ് പറയുന്നു. അതേഴ്സ് ഉൾപ്പെടെ ഏകദേശം 47% പേർ അതിന് എസ് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ BJPക്കുള്ളിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനുള്ളിലും ഞെട്ടിപ്പിക്കുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ ഇപ്പോൾ പുറത്തുവിട്ട ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് കൃത്യമായി പറയാൻ സാധിക്കും, ഈ സർവേ പ്രകാരം മോദി തന്നെ 2029 ശേഷവും തുടരാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും തന്നെയാണ് നിലവിലും നിലനിൽക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത്.